കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ? മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. എന്താ? എന്തു പറ്റി? അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാമല്ല. തങ്ങൾ എന്താണ് ഈ പറയണത്? പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത്? പൊന്നാനിയിൽ വന്നു എന്ന് നേര് തന്നെ, പക്ഷെ മതം മാറിയിട്ടില്ല. സത്യമാണോ ഞാൻ കേട്ടത്? ആണോ? സത്യാണ്. മൂസൂട്ടി, എന്താ നമ്മൾ ഈ കേൾക്കണത്? ക്ഷമിക്കണം. എന്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ നീ. ഈ കള്ളക്കാഫറിന്റെ കൂടെ കൂടി എന്നെ ചതിച്ചു അല്ലടാ? തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുവിനെ പറ്റിക്കുന്നതിലും ഭേദം ഹാജിക്കയെ പറ്റിക്കുന്നതാന്ന് തോന്നി. അതുകൊണ്ടാ. കല്യം കൊല്ലൊക്കെ വേണ്ടത് ഇവനെയല്ല, നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ള പന്നീനാണ്. ഈ തറവാട്ട് മുറ്റത്തിന്റെ മയ്യത്ത് നമ്മൾ ഒരു ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഓടണമെങ്കിൽ തല്ലി കൊലടായി. അയ്യോ, നമ്മുടെ മോനെ. ഒന്ന് നിർത്താൻ പറയൂ. നിങ്ങളാരും മനുഷ്യരല്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ല. ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഈ അച്ഛൻ മാപ്പി ചോദിക്കുന്നു. തല്ലാനും കൊല്ലാനും അല്ലല്ലോ, സ്നേഹിക്കാനല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അവനെ രക്ഷിച്ചൂടെ? നിർത്താനല്ലേ പറഞ്ഞത്? സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം. ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കട്ടെ. ബലപ്രയോഗം വേണ്ട. മതത്തിന് വേണ്ടിയുള്ള മർദ്ദനം കൊലപാതകത്തെക്കാൾ കഠിനമാണെന്ന് ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. അതിന് ഖുർആൻ എന്താണെന്നറിയണം. വിശ്വസിക്കാനൊരു മതം, ചൂണ്ടിക്കാണിക്കാനൊരു രക്ഷിതാവ്, പേടിക്കാനൊരു ദൈവം. മനുഷ്യനാരായാലും ഇത്രയൊക്കെ കൂടിയ കഴിഞ്ഞു. ഒരു പുണ്യകർമ്മത്തിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്.
പിടിച്ചോണ്ട് പോയവനെ. കൊണ്ടുപോണ്ട. എന്താ നോക്കി നിൽക്കുന്നത്? എല്ലാരും പോണം, പോകാൻ. മോനെ, നീ വിളിച്ച അവൾ വരുവോ? വരും. എന്നാ വിളിക്ക്, ആണത്തോടെ പോയി വിളിക്ക്. ചെല്ലേ. വഞ്ചിക്കാനോ ചതിക്കാനോ ആയിരുന്നില്ല, നിന്നെ നേടാനായിരുന്നു എന്റെ എല്ലാ കസർത്തും. മനസ്സുകൊണ്ട് വെറുക്കുന്നില്ലെങ്കിൽ നീ എന്നോടൊപ്പം വരണം. എന്റെ മോളാവള്, ഓള് വരില്ല. ചക്കര വർത്താനം പറഞ്ഞ് വീണ്ടും ഓളെ പാട്ടിലാക്കാൻ നോക്കിയാലുണ്ടല്ല, എന്നും എന്നെ രക്ഷിക്കാൻ ഇപ്പൊ പോയ തങ്ങളുണ്ടാവില്ല, ഓർത്തോ. ഒരു നേരത്തെ നിസ്കാരം പോലും ഞാൻ മറന്നിട്ടില്ല, ഒരു നോമ്പ് പോലും മുടക്കിയിട്ടില്ല. ആ മനസ്സുകൊണ്ട് പറയാ, ഞാൻ കൂടി അവനെ കുറ്റക്കാരനാക്കി. വേണ്ട. തട്ടിപ്പറിക്കാൻ പറ്റുന്നല്ലോ മനസ്സ്. ഞാൻ പോയേക്കാം. ഉരുമ്പട്ടോളെ, നമ്മളെ ധിക്കരിച്ച് നീ പോവല്ലേ? പാടി പറയണ്ട, ഓളെ വിട്ടേക്ക്. ഇക്കാ പൊയ്ക്കോട്ടെ ഓള്, ഓള് പൊയ്ക്കോട്ടെ. നമ്മുടെ നച്ചുമോള് മരിച്ചു, അതുകൊണ്ട് മയ്യത്ത കൊണ്ടുപോയിക്കോട്ടെ. കണ്ണ തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഇവിടെ നിക്കാഹിന് മുമ്പ് തന്നെ ഇക്ക നേർച്ച നേർന്നതാ. ഹാജിക്കാന്റെ പുരയിലാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. അതിനെന്താ, ദൈവത്തിനുള്ള നേർച്ചയല്ലേ, നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കൂ, കൈമാറിയാൽ അപ്പ ശീലക്കേടാ. അതിന് നിന്റെയും ആർക്കെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? മോക്ക് എന്തെന്നാ പേരിട്ട്? അമ്മ വിളിക്കണത് പൊടിമോളെന്നാ. വെറുതെ ഒന്നും വിളി കേൾക്കാൻ എന്റെ മോളുടെ പേരിട്ടു. മരുമകളെ അല്ല, മയ്യത്താ നിന്റെ അമ്മമാരനെ ഏൽപ്പിച്ചത്. പിന്നെ എന്തിനാ ഇപ്പൊ രക്തബന്ധോ? കുട്ടികളില്ലാത്തവരല്ലേ. മനസ്സിലിരിപ്പ് ശരിയല്ല, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവുക? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു ചടങ്ങ്, ആ ചടങ്ങിന്റെ അന്ന് തെരുവ് പട്ടിയെ പോലെ തല്ലിച്ചയച്ചത് തന്നെ ഒന്നും മറക്കാൻ പറ്റണില്ല. പൊടിമോളെയും കൊണ്ട് ചെല്ലൂന്ന് കരുതി അവിടെ ചടങ്ങൊരുക്കം തുടങ്ങി. വേണ്ട, നമ്മുടെ കുഞ്ഞിന് അങ്ങനെ ഒരു ആചാരവും കർമ്മവും ഒന്നും വേണ്ട. ജാതി മതമൊന്നുമില്ലാതെ അതൊരു മനുഷ്യക്കുഞ്ഞായി വളർന്നോട്ടെ. അതാ ഈ ശൈത്താൻ എപ്പോ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേച്ച് പോകല്ലേ മോലാളി, തിരിച്ചു അങ്ങോട്ട് തിരിഞ്ഞേക്ക് മോലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്, പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാഹുവ സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി. എന്നെ കൊല്ലരുത്, എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങൾക്ക് പിടിച്ചു കൊടുത്ത് റൗഡി മച്ചായൻ കുടലെടുത്ത്. ജയിലിൽ നിന്ന് ഓന്റെ കത്ത് വന്ന പിന്നെ തുടങ്ങിയതാണല്ലോ നിങ്ങൾക്ക് ഈ പിരാന്ത്. ആ കത്തവിടെ എന്തിനാ? അത് കത്തിച്ച് കളഞ്ഞാലേ നമുക്ക് ഇനി ഉറക്കം വരും. കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ, ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. ഭാഷി പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവോന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിനെ വേണം, ഇല്ലെങ്കി അള്ളാണ് സത്യം, ഓ നിങ്ങളെ തട്ടു. സമയം എന്തായി? 1:30 കഴിഞ്ഞു. ഇജ്ജ് വിഷമിക്കാണ്ടിരിക്ക്, നബീസ് വരും. അകത്തുനിന്ന് ഓരോരുത്തർ കുശൂശിക്കാൻ തുടങ്ങി. അത് ഇറച്ചിയുടെ മണം പിടിച്ചിട്ടാവും. ബിരിയാണി അകത്ത് ചെല്ലുമ്പോ എല്ലാം നിർത്തിക്കോളും. അതല്ലെന്ന്, നബീസ് വരില്ലെന്നാ എല്ലാരും പറയണത്. ഓ, ഇക്ക വിളിച്ചാ ഓള് വരും, ജമാല് ജമാല്. ഇല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ബസം പീങ്ങി ഇങ്ങ് ചാവ. ഒരിക്കൽ കല്യാണ പന്തൽ വെച്ച് നാണോ മാനോ കളഞ്ഞു കുളിച്ചതാണ്.
ഇപ്പതേ വീണ്ടും ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ഇക്ക അവളെ ഒന്ന് വിളിക്ക്. ഹലോ അച്ചുമോളെ, വല്യമ്മ. നീ വരില്ല അല്ലേ? അനക്ക് വേണ്ടിയല്ലേ ഈ വല്യമ്മാമ ഇത് നടന്നത്? എന്റെ നെഞ്ചിലെ ചൂടേറ്റ് വളർന്ന മോളാ നീ. ആ നെഞ്ചിൽ തന്നെയാ നീ വീണ്ടും വീണ്ടും കുത്തണത്. വേണ്ട, എന്റെ മോള് വരണ്ട. പക്ഷെ ഈ ചടങ്ങിൽ വന്നില്ലെങ്കിൽ നിന്റെ വല്യമ്മാമയുടെ മയ്യത്ത് കാണാൻ എന്റെ മോള് വരേണ്ടി വരും. മോളെ, മനസ്സെന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാ. ആ സമാസമം നിർത്താൻ വലിയ പാടാ. ഭർത്താവിനെ വന്ദിക്കണം എന്ന് വെച്ച് സ്വന്തം വീട്ടുകാരെ നിന്ദിക്കാൻ പാടില്ല. മോള് പോണം. എന്റെ മോനെ കാണുന്നതിന് മുമ്പ് അവരില്ല കണ്ടത്. അവരുടെ ശാപം എന്റെ മോക്ക് വേണ്ട. മോള് പോയിട്ട് വാ. നബീസു എന്ത് ചെയ്യണ്? ആജിക്കാന്റെ അടുത്തുണ്ട്. ഹലോ, താൻ നബീസുനോട് പോണ്ടാന്ന് പറഞ്ഞ് എന്നാ കേട്ടോ. നബീസു ഇപ്പൊ ഉമ്മയുടെ കൂടെ ഉണ്ട്. ഒരു ബുദ്ധിമോശം കൊണ്ട് എന്റെ കൂടെ ചാടി പോന്ന. പക്ഷേങ്കി ഓള് മാളിയക്കര തറവാട്ടിലെ മുത്താണ്. ഓൾ അമ്മാവന്മാര് പറഞ്ഞതേ അനുസരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ മൂക്കിന്റെ താഴെ, അതായത് മേൽചുണ്ടിന്റെ മേലെ ഒരു സാധനമുണ്ട്, മീശ. അതങ്ങ് ഷേവ് ചെയ്ത് കള. എന്നിട്ടൊരു പൊട്ടും വെച്ച് സാരി ഉടുത്ത് നടക്കണം. സ്വന്തം ഭാര്യ ബലവെക്കാത്തവൻ ആ വേഷം നന്നായിട്ട് ചേരും. അതുകൊണ്ടാണ് താൻ ഈശോയ്ക്കകത്ത് എന്തു പറ്റി? പേടിച്ചുപോയി. ഓ നാട്ടിന്റെ തല കൊണ്ടാണ് സൂപ്പ് കുടിക്കുന്നെങ്കിൽ എന്റെ കെട്ടിയോൻ കുറുക്കന്റെ തല കൊണ്ടാ സൂപ്പ് കുടിക്കുന്നത്. അല്ലെ, ഇമ്മടെ തല കൊണ്ടുള്ള സൂപ്പ് ജമാല് കുടിക്കും.